8 ദിവസം മഴ നനഞ്ഞിട്ടും നനഞ്ഞില്ല ആ തിരുവോസ്തികൾ. ബെൽജിയത്തിലെ ഹെരൻതാൽസ് എന്ന ചെറുപട്ടണം, അവിടെയുള്ളൊരു ലോഡ്ജിൽ താമസിക്കാൻ ജാൻവാൻ എന്നൊരാൾ വന്നു. ദേവാലയത്തിൽ നിന്നും വിശുദ്ധ വസ്തുക്കൾ മോഷ്ടിച്ച് യൂറോപ്പിലെങ്ങും കച്ചവടം നടത്തുന്നവനാണ് ജാൻ. ഹെരൻതാൻസിയിൽ എത്തിയതിൻ്റെ പിറ്റേ ദിവസം അടുത്തുള്ള പോർദർ ഗ്രാമത്തിലുള്ള ഇടവക ദേവാലയത്തിൽ അവൻ ആരും കാണാതെ കയറിപ്പറ്റി. അവിടെ നിന്ന് കാസയും കൂദാശ ചെയ്ത 5 തിരുവോസ്തികളും ഉൾക്കൊള്ളുന്ന കുസ്തോതിയും അയാൾ മോഷ്ടിച്ചു. എന്നിട്ട് ആരും കാണാതെ അദ്ദേഹം ഹെരൻതാൻസിയിലേക്ക് മടങ്ങി. എന്നാൽ അതിർത്തിയിലെത്തിയപ്പോൾ ഏതോ നിഗൂഢമായൊരു ശക്തി അവൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്നതായി അവൻ അനുഭവപ്പെട്ടു. അപ്പോൾ തൊട്ടടുത്തുള്ള നദിയിലേക്ക് തിരുവോസ്തികൾ എറിഞ്ഞു കളയാൻ അയാൾ തീരുമാനിച്ചു. പക്ഷേ അതിനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. നിരാശനായ ജാൻ ആരും കാണാതെ അടുത്ത് കണ്ട മുയൽമാളത്തിലേക്ക് തിരുവോസ്തികൾ ഒളിപ്പിച്ചു. എന്നിട്ട് കുസ്തോതിയും കാസയുമായി ഹെരൻതാൽസിയിലേക്ക് മടങ്ങി. മോഷണ വിവരമറിഞ്ഞ ജഡ്ജി ഗിൽബർട്ട് അന്വേഷണത്തിന് ഉത്തരവിറക്കി. അങ്ങനെ ജാനിൻ്റെ ബാഗിൽ നിന്നും നഷ്ടപ്പെട്ട കാസയും കുസ്തോതിയും പോലീസ് കണ്ടെടുത്തു. തൂക്കിലേറാൻ വിധിക്കപ്പെട്ട ജാൻ കഴുമരത്തിലേക്ക് കയറും മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഒരു വൈദികന്റെ പ്രേരണയാൽ താൻ ചെയ്ത എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞു. ജഡ്ജി ഉടനെ തൂക്കിലേറ്റാനുള്ള വിധി നിർത്തിവെച്ചു. എന്നിട്ട് തിരുവോസ്തികൾ ഒളിപ്പിച്ച സ്ഥലം കൃത്യമായി കാണിച്ചു കൊടുക്കാൻ ഉത്തരവിട്ടു. വലിയൊരു ജനക്കൂട്ടത്തോടൊപ്പം മുയൽമാളത്തിനരികിലെത്തിയപ്പോൾ തിരുവോസ്തികൾ ദിവ്യപ്രകാശം ചൊരിഞ്ഞ് കുരിശാകൃതിയിൽ കിടക്കുകയാണ്. ശക്തമായ മഴയുണ്ടായിട്ടും തിരുവോസ്തികൾ നനഞ്ഞില്ലായിരുന്നു. അവ പിന്നീട് ദേവാലയത്തിലേക്ക് മാറ്റിയെന്ന് മാത്രമല്ല, 16-ാം നൂറ്റാണ്ട് വരെ അവ കേടുകൂടാതെ ഇരുന്നിരുന്നു. മഴവെള്ളത്തിൽ തിരുവോസ്തികൾ നശിക്കാൻ തിരുമനസ്സാകാതിരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ കൃപ തരണമേ എന്ന് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റുപറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.